ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ചയായിട്ട് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നോക്കാനാണ്. സോ നിങ്ങൾക്കറിയാലോ, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളുടെ ഫ്രീ കോൺട്രാക്ട് എപ്പിക് സൈനിങ് നാളെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഒരു കോൺട്രാക്ട് ടിക്കറ്റ് കിട്ടും, അതുവഴി നമുക്കൊരു എപ്പിക്കിന് സൈൻ ചെയ്യാം. സോ അതിൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഒലിവർ ഖാനൊക്കെ വരുന്നുണ്ട്. സോ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കും പിന്നെ ഇനി വരാൻ പോകുന്ന നമ്മളുടെ ക്ലബ് ചാമ്പ്യൻഷിപ്പും അതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന പാക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ടോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് തുടങ്ങാം. സോ ഇപ്രാവശ്യം മെയിനായിട്ട് പറയുകയാണെങ്കിൽ 2 പ്ലെയർ ഓഫ് ദി വീക്ക് ഉണ്ടാവും, ഒരെണ്ണം യൂസിയിലും അതുപോലെ തന്നെ ഒരെണ്ണം നമ്മുടെ സാധാ പ്ലെയർ ഓഫ് ദി വീക്കും. സോ ഇപ്പോൾ കൊണാമി നമുക്ക് സാധാ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ അതുപോലെ തന്നെ യൂസിയിലും 2 കാർഡ്സ് വിട്ടിട്ടുണ്ട്. സോ സാധാ പ്ലെയർ ഓഫ് ദി വീക്കിൽ ഒരെണ്ണം നമ്മുടെ ബ്രസീലിൻ്റെ പ്ലെയറും അതുപോലെ തന്നെ മറ്റേത് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ പിന്നെ ഒരു ഫ്രാൻസിൻ്റെ ആണ്. സോ അതിൽ ബ്രസീലിൻ്റെ പ്ലെയറായിട്ട് വരുന്നത് നമ്മുടെ റാഫീനയാണ്. സോ ബാഴ്സയ്ക്ക് വേണ്ടി കഴിഞ്ഞാൽ 2 ഗോളാണ് അടിച്ച ആൾ ലാലിഗയിൽ. സോ 2 കിടിലൻ ഗോൾസ് ആയിരുന്നു. അപ്പോൾ ചെങ്ങായുടെ കാർഡ് എന്തായാലും വരുന്നത് റാഫീനയുടെ AMF കാർഡായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് നമ്മുടെ മഡൂക്കയുടെ ഒരു കാർഡ് വരുന്നുണ്ട്, റൈറ്റിംഗ് ഫോർവേഡ് ഹാട്രിക് അടിച്ചായിരുന്നു ക്ലബ് വർഗിൻ്റെ ഒപ്പം. അതുപോലെ തന്നെ നമ്മുടെ കുണ്ടയുടെ 2 ഗോൾ അടിച്ചായിരുന്നു കുണ്ടയും. സോ കുണ്ടയുടെ കാർഡാണ് വരുന്നത്. എന്തായാലും കിടിലൻ കാർഡ്സ് തന്നെ ഒന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ അതിൽ കുണ്ട അല്ലാണ്ട് നമ്മുടെ സുബിമെൻ്റ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ സുബിമെൻ്റ് ആവും, എനിക്ക് സുബിമെൻ്റ് വരാൻ ചാൻസ് ഇല്ല കേട്ടോ, കാരണം മഡൂക്ക് തന്നെ ആയിരിക്കും. സുബിൻ്റെ 2 അസിസ്റ്റ് ഉണ്ട്, DMF കാർഡാണ്. പിന്നെ നമ്മുടെ ഗ്രീൻവുഡ് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൊർലോത്ത് 1 ഗോൾ 1 അസിസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കട്രീലേറ മറ്റേ അറ്റ്ലാന്റയുടെ പ്ലെയർ ഉണ്ട്, 1 അസിസ്റ്റ് 1 ഗോളും ഉണ്ട്. പിന്നെ ബെർണാഡ് വരാൻ ചാൻസ് ഉണ്ട്, 2 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെക്കീനി വരാൻ ചാൻസ് ഉണ്ട്, 1 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിക്കാരിയോ 5 സേവ്സാണ് ഇട്ടിരിക്കുന്നത്, നമ്മുടെ ടോട്ടനത്തിൻ്റെ ഗോളി. അതുപോലെ തന്നെ നമ്മുടെ ഓസ്കാർ വരാൻ ചാൻസ് ഉണ്ട്, റൈറ്റിംഗ് ഫോർവേഡ് ഫ്രം അയാക്സ്. പിന്നെ നിക്കോഴലി മറ്റേ നമ്മുടെ പഠിച്ച് റയലിനൊപ്പം അടിച്ചില്ലേക്കൻ. സോ ചെക്കൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിച്ചാർഡ് റോയ്സ് വരുന്നുണ്ട്. ചെക്ക അടിപൊളി പ്ലെയർ ആട്ടോ, അവൻ ഫുട്സാളിൽ നിന്ന് കയറി വന്നൊരു പ്ലെയറാണ്. നമ്മുടെ റിയോസോ എന്താണ്ട് പേര് ചെങ്ങായി റിച്ചാർഡ് വന്നിട്ട് ബെൻഫിക്കയുടെ പ്ലെയറാണ്. സോ ഇത്രയും പ്ലേയേഴ്സാണ് പ്ലെയർ ഓഫ് ദി വീക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇതിൽ വരേണ്ടത്. പിന്നെ മറ്റേ സാധാ പ്ലെയർ ഓഫ് ദി വീക്കിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിക്കിന് എക്കിറ്റിക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഗട്ടൂസ് പിന്നെ റാഫീന്. പിന്നെ വേറെ ഒന്നിനും അങ്ങനെ കണ്ടില്ല. പിന്നെ അങ്ങനെ ഫോം ഇതൊക്കെ നോക്കുമ്പോൾ റോഡ്രിഗോടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മൂപ്പര് കുറേ കാലത്തിന് ശേഷമാണ് ലാലിഗയിലൊക്കെ ഗോൾ അടിച്ച് ഇപ്പോൾ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഇപ്രാവശ്യത്തെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ പ്രഡിക്ഷൻ പറയുന്നുണ്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ഇട്ടോ ഗൈസ്. പിന്നെ വരാൻ പോകുന്ന മെയിൻ സംഭവമാണ് നമ്മളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒലിവർ ഖാൻ്റെ ആ ഫ്രീ കോൺട്രാക്ട് ടിക്കറ്റ് കിട്ടും പറയില്ലേ. അപ്പോൾ അതിൽ ഒലിവർ ഖാൻ മാത്രമാവില്ല, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് എപ്പിക് പ്ലേസിന് കിട്ടും. ഇപ്പോൾ കുറേ റൂമർ അവിടെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കിട്ട് 2-3 റൂമറാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിൽ ഒരെണ്ണം കാണിക്കുന്നത് ഇതെന്തായാലും വരാൻ ചാൻസ് ഇല്ല, 0.001% പറയുള്ളൂ. അതിൽ ഒരെണ്ണം നമ്മുടെ ഉഷിയ വരാൻ ജോൺ ഉഷിയ, കാരണം ഇതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത കാർഡാണ്, ബട്ട് ഇത് അവിടെ ഇവിടെ കിടന്ന് കളിച്ച് കിട്ടിയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒലിവർ ഖാൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ കൊക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫെറി, പിന്നെ സീമൻ, ഇത്തരം പ്ലേസിൻ്റെ ഒരു പാക്കാണ് ഇത് കാണിച്ചിരിക്കുന്നത്. മേ ബി ഇത് ഫേക്ക് ആയിരിക്കും, എന്നാലും ഇതിൽ വിശ്വസിക്കാൻ പറ്റിയൊരു പാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഒരെണ്ണം നമ്മുടെ ക്യാമ്പലുണ്ട് അതിൽ. ഓക്കെ, ഒലിവർ ഖാൻ അല്ലാണ്ട് ക്യാമ്പൽ, പിന്നെ ഡെനിൽസൺ നമ്മുടെ റിയൽ ബിറ്റാസിൻ്റെ. അതുപോലെ തന്നെ വേണ്ടർവാട്ട് വരാൻ ചാൻസ് ഉണ്ട്, ടോട്ടനത്തിൻ്റെ പണ്ടൊക്കെ കളിച്ച് പോയത് തന്നെയാണ്. അതുപോലെ തന്നെ ക്ലോയിവേർട്ട്. സോ ഇത്തരം പ്ലേയേഴ്സാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിലങ്ങനെ പവർഫുള്ളായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റിയൊരു കാർഡ് പറയുന്നത് ക്യാമ്പിൽ മാത്രമാണ് ഒലിവർ ഖാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ക്ലൈവേർട്ട്, ഡെനിൽസൺ, വേണ്ടർവാട്ടൊക്കെ അത് അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് കളിപ്പിക്കാൻ നല്ല രീതിയിൽ പഠിച്ചവർക്കും അത്രയ്ക്ക് സ്യൂട്ട് ആവുന്ന കാർഡാവുള്ളൂ. അപ്പോൾ മേ ബി ഇതായിരിക്കും വരാൻ ചാൻസ് കേട്ടോ. അപ്പോൾ ഒഫീഷ്യലല്ല, എന്തായാലും ഒലിവർ ഖാൻ വരും. അതിൻ്റെ ഒപ്പം വരാൻ പോകുന്ന ബാക്കി 3 വാഴകൾ അങ്ങനെ തന്നെ പറയാം, കാരണം അവന്മാരങ്ങനെ കൊണ്ടുവരുള്ളൂ. എന്തായാലും ചിലപ്പോൾ 1-2 പ്ലെയർ അന്ന് നമുക്ക് ഓവനൊക്കെ ഫ്രീ തന്നിരുന്നില്ല, അതുപോലെ എങ്ങാനും തന്നതിനെ ഭാഗ്യം. അല്ലെ പിന്നെ വാഴകളായിരിക്കും കൊണ്ടുവരേണ്ടാവുക, നമ്മൾ കളിപ്പിച്ച് നമ്മളെ ഒന്നും മുടിപ്പിക്കും. എന്നാൽ FTP പ്ലേസിനൊക്കെ കിടിലായിരിക്കും. എന്തായാലും നല്ലൊരു ഓപ്ഷനാണ് ഇത് കിട്ടണത്. അതും പോരാണ്ട് ഗൈസ്, ഇപ്രാവശ്യം ഞാൻ ഇന്ന് വെറുതെ കറക്കിയപ്പോൾ എനിക്ക് ഒലീസനെ കിട്ടിയതിൻ്റെ ഇതിൽ, അത് വേറെ കോമഡി. എന്തായാലും സാധനം വരട്ടെ, നമുക്ക് നോക്കി നോക്കാം. പിന്നെ പറയുന്നത് നാളെ വരുന്ന മെയിൻ സംഭവമാണ് നമ്മുടെ ആഴ്സണലിൻ്റെ ക്യാമ്പയിൻ. ആഴ്സണലിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരാൻ പോവാണ്. അപ്പോൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. എല്ലാവരും ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. കുറേ പേര് ഈ ഫിഫയിലൊക്കെ ഡാനിയൽ എങ്ങനെയാണ് ക്വാളിഫൈ മറ്റൊക്കെ എല്ലാം നമ്മൾ അപ്പോൾ വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാണാനായിട്ടാണ് പിന്നെ വന്ന് ഇതൊക്കെ അറിയുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനത്തൊക്കെ ഉണ്ടെന്ന് അറിയണത്. ഇപ്പോൾ മെയിനായിട്ട് വേണം നമ്മുടെ ആഴ്സണൽ ഇവൻ്റ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ വരും. നാളെ ജസ്റ്റ് ഓഫ്ലൈൻ മാച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ആയിരിക്കും നമ്മളുടെ റേറ്റിംഗ് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ടോപ്പ് 16 കയറുക, ടോപ്പ് 10 കയറാൻ നോക്കുക മാക്സിമം. എന്നിട്ട് അതിൽ ഇന്ത്യൻ ക്വാളിഫയേഴ്സ് കളിക്കും. അതിൽ എന്നിട്ട്
അങ്ങനെ ഏരിയ വൈസ് കളിച്ച് പിന്നെ അവിടെ പോയി നമുക്ക് ആഴ്സണലിൽ അവിടെ ചാമ്പ്യൻഷിപ്പ് അടിക്കുക, കപ്പ് അടിക്കുക. നമ്മുടെ ടോംബോയ്ക്ക് ആഴ്സണൽ ചാമ്പ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾക്ക് ആവണമെങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചാമ്പ്യൻഷിപ്പിന് തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഒരു പാക്കും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് കേട്ട വാർത്തയാണ് തിയറി ഹെൻറി ആയിട്ട് നമ്മുടെ ഈ ഫുട്ബോൾ കൈ കുറക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കിൻ്റെ റൂമർ കൊണ്ടും ഇതിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇവരുടെ പാക്ക് ഈ ചാമ്പ്യൻഷിപ്പ് വരുന്ന ഭാഗമായിട്ട് ഇവരുടെ പാക്ക് കൊണ്ടുവരും. അപ്പോൾ ആഴ്സണലിൻ്റെ പാക്ക് എന്തായാലും നാളെ വരും, അത് ഷുവറാണ്. അതും പോരാണ്ട് ഒരു എപ്പിക് പാക്ക് വരാൻ ചാൻസ് ഉള്ളത് പറഞ്ഞാൽ തിയറി ഹെൻറി പ്ലസ് പാട്രിക് വിയറ വരാൻ ചാൻസ് എന്നാണ് പറയുന്നത്. ഇതിൽ തിയറി ഹെൻറി ഒരു ബ്ലിറ്റ്സ്കേൾ പ്ലസ് മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിയറ ഫിനോൽ പാസ് പ്ലസ് ലോങ് റീ ടാക്കിൾ. അപ്പോൾ ഈ 2 കാർഡ് വരാൻ ചാൻസ് ഉണ്ട് തന്നെ പറയാം. ചാൻസ് ഉണ്ടല്ല, ആഗ്രഹമുണ്ട്, ചാൻസ് കുറവ് തന്നെയാണ്. ബട്ട് ടോക്കിങ് നടക്കുന്നുണ്ട് ഇവരായിട്ട്, ഹെൻറിയും ഇതിൻ്റെ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം, വന്നു കഴിഞ്ഞാൽ ഭാഗ്യം. അപ്പോൾ ചാമ്പ്യൻഷിപ്പിന് വരുമ്പോൾ ഇതാണ്. പിന്നെ ഒരു ചാമ്പ്യൻഷിപ്പ് വരാൻ പോകുന്നത് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആണ്. അത് ജനുവരിയിലാണ്. അത് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ട്രോഫി അടിക്കുക. നിങ്ങൾക്ക് എന്തായാലും അച്ചീവ് ചെയ്യാം, കാരണം കുറേ പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്, ആരും അറിയാത്തത്. അപ്പോൾ എല്ലാവരും കയറി കളിക്കുക, ചാമ്പ്യൻഷിപ്പ് അടിക്കുക. നിങ്ങളെന്തായാലും ആദ്യം കളിക്കുക, ബാക്കിയുള്ളവരും പിന്നല്ലേ. കുറേ പേർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് എന്താണ് അത് കാര്യങ്ങളൊന്നും അറിയാണ്ടിരിക്കണ കുറേ പേരുണ്ട് എൻ്റെ ഒരു ഇതിൽ. അപ്പോൾ നിങ്ങൾ ആദ്യം കളിക്കുക, ബാക്കിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യുക. നിങ്ങളെന്തായാലും കളിച്ച് കയറാൻ നോക്കുക, ടോപ്പ് 10 ടോപ്പ് 16 ഒക്കെ കയറുക. ഓക്കെ, അപ്പോൾ എന്തായാലും ചാമ്പ്യൻഷിപ്പ് മാക്സിമം എല്ലാവരും കളിക്കാൻ നോക്കിട്ടോ. പിന്നെ പറയാനുള്ള മെയിൻ സംഭവമാണ് ഗൈസ്, നമുക്ക് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന പാക്ക്. അപ്പോൾ ഇതെന്തായാലും ഒരു കോൺസ്പിറസി തിയറി പോലെ കിടക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞോട്ട് നമുക്ക് ബെയിലൊക്കെ കൊണ്ടുപോകുന്നത്, ബെയിലൊരു കിണ്ണ കാർഡാണ്, അത് എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്, ഞാൻ പിന്നെ വന്നപ്പോൾ എടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു തീപ്പൊരി കാർഡ് വരാനാണ് ഇപ്രാവശ്യം ചാൻസ് ഉള്ളത്. അപ്പോൾ അതിൽ കുറേ റൂമർ കാണിക്കണത് കാണുമ്പോൾ കോമഡിയാവും. എന്തായാലും മെസ്സി വരും, ഞാൻ പറയാലോ, മെസ്സി എന്തായാലും വരാൻ പോവുക. മെസ്സിയുടെ സ്റ്റാർട്ടിങ് 105, അപ്പോൾ ടോട്ടൽ 115. മെസ്സി റൊണാൾഡോ ഈ പാക്ക് കാണുന്നത് മെസ്സി റൊണാൾഡോ പ്ലസ് റൊണാൾഡീനോ ഉണ്ട്, ജെറാഡ് ഉണ്ട്, ബെക്കാം ഉണ്ട്, പിർലോ, ബാജിയോ, ലെവൻഡോസ്കി എന്നിവരടങ്ങുന്ന ഒരു കിടാൻ പാക്കാണ് ഇതിൽ കാണിച്ചിരിക്കണേ. എന്തായാലും ഇതുപോലത്തെ ഒരു തീപ്പൊരു ഗുണ്ട് സാധനമായിരിക്കും വരിക. അപ്പോൾ എന്തായാലും എല്ലാവരും കോയിൻ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഇപ്പോൾ എന്തായാലും കറക്കണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ എന്തായാലും ഫ്രീ കാർഡ് നാളെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഇറക്കിയെടുക്കുക. അല്ലാണ്ട് ഞാൻ സേവ് ചെയ്തുണ്ട്. ന്യൂ ഇയറിന് എന്തായാലും ഉമാർ പടക്കം പൊട്ടിക്കും, ഉറപ്പാണ്. ന്യൂ ഇയറിന് അന്നല്ലെങ്കിൽ തലേദിവസം എന്തായാലും ഉമാർ പടക്കം പൊട്ടിക്കും, കഴിഞ്ഞോട്ടം പൊട്ടിച്ച പോലെ. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ, കോയിൻ സേവ് ചെയ്ത് വെച്ചോന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ക്യാമ്പയിൻ്റെതായിട്ടൊന്നും കാണുന്നില്ല. ഇതൊക്കെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ നാളെ ഒലിവർഗാൻ വരുമെന്ന് പ്രതീക്ഷിക്കുക. അതിൻ്റെ ഒപ്പം നമുക്ക് യോഷിയും കുക്കു ഫെറിയും ഒക്കെ ഉള്ള പാക്ക് വരുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അത് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാൾ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. അല്ലെങ്കിൽ കിട്ടണത് കിട്ടട്ടെ, എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടാവുമാരെന്തായാലും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ന്യൂസ് പറയുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവരോട് അറിയട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.